എറണാകുളം ജില്ലയുടെ അതിരുകളിൽ എവിടെയോ ഉള്ള ഒരു ഗ്രാമമാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്ഥലവാസികൾക്ക് അപമാനകരമാവുമെന്ന് കരുതി സ്ഥലപ്പേര് ഞങ്ങൾ പറയുന്നില്ല. ഈ പ്രദേശത്ത് പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പണ്ടൊന്നുമല്ല, ഒരു 3-4 കൊല്ലം മുമ്പ് മഹാനായ ഒരു കള്ളൻ ജീവിച്ചിരുന്നു. കോട്ടയം കൊച്ചുണ്ണി. തൊഴിലുകൊണ്ട് കൊച്ചുണ്ണി ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക് ആയിരുന്നെങ്കിലും ജന്മവാസന കൊണ്ട് അദ്ദേഹം മോഷണത്തിലേക്ക് തിരിയുകയാണ് ഉണ്ടായത്. പുള്ളിക്ക് ആഹാരം കൊടുത്തോളൂ. കൊടുത്തു സാർ. അദ്ദേഹത്തിന്റെ കീഴിൽ മോഷണം പഠിക്കുന്ന 2 വത്സല ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് തൊരപ്പൻ തോമ. 10ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചതിന് പുറത്താക്കിയതിനാൽ വിദ്യാഭ്യാസം നിന്നുപോയ ആളാണ് ഈ മാന്യൻ. രോഗിണിയായ അമ്മയും വിവാഹപ്രായമായി വരുന്നൊരു സഹോദരിയും മാത്രമാണ് തൊരപ്പന് ജീവിച്ചിരിക്കുന്ന ഏക ബന്ധുക്കൾ. കൊച്ചുണ്ണിയുടെ മറ്റൊരു ശിഷ്യൻ പാതിരാ തങ്കപ്പൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാതിരാത്രിയിൽ മാത്രമേ തങ്കപ്പൻ തന്റെ ജോലി ആരംഭിക്കാറുള്ളൂ. സഹമോഷ്ടാക്കളല്ലാതെ തങ്കപ്പന് സ്വന്തമായി ഈ ഭൂമി മലയാളത്തിൽ ആരുമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ്. അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ്. കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ. നമുക്ക് കൊട്ടാരമെന്നോ കുടിലെന്നോ വ്യത്യാസമില്ല. നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും, കുടിലും കിട്ടും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ആശാനെ, പ്രധാനമായി എന്തൊക്കെ ആയുധങ്ങളാണ് ഈ ജോലിക്ക് കയ്യിൽ കരുതേണ്ടത്? കല്ല്, കത്തി, കമ്പി, ചുറ്റിക, ഇഷ്ടിക, കോരിക, പല്ല്, പുല്ല്, എല്ല്, എന്തിന് ഒരു കഷ്ണം നൂല്, ഒരു സൂചി പോലും നമുക്ക് ആയുധങ്ങളാണ്. എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇതെന്താണ്? ബ്ലേഡ്. ക്ഷൗരം നടത്തിയിട്ട് വേണോ ഈ പണിക്കിറങ്ങാൻ? താടി മുഖേന പിടിയൊടുക്കാതിരിക്കാൻ മുഖക്ഷൗരം അത്യാവശ്യമാണ്. ഇത് വലിയൊരു ബ്ലേഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ഇതിലൊരു നിസാര വസ്തുവായി കാണരുത്. ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു തുകൽ സഞ്ചി അറുത്ത് കീറാൻ ഇവനൊരു കഷ്ണം മതി. ഇതിനെ ഇങ്ങനെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കണം. കണ്ടോ, ഒരേ ഒരു തലോടൽ, സംഗതി ക്ലീൻ. നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ്. ഏകാഗ്രത കൈവെടിയരുത്. മോഷണം ഒരു കലയാണ്, ശാസ്ത്രമാണ്. ശക്തിയല്ല, ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില. മോഷ്ടിക്കപ്പെടേണ്ട ആളെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവന്റെ മനസ്സറിഞ്ഞിരിക്കണം. ആകാശം നോക്കി നടക്കുന്നവൻ, ഭൂമി നോക്കി നടക്കുന്നവൻ, പകൽക്കിനാവ് കാണുന്നവൻ, പെണ്ണുങ്ങളുടെ വായി നോക്കി നടക്കുന്നവൻ, ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ.
അവർ കാശ് കൊണ്ട് നടക്കുന്നവരാണോ എന്ന് നമ്മൾ അറിയണം. അതെങ്ങനെ നമ്മൾ അറിയും? അത് നമ്മൾ ആളുകളെ വിളിച്ചു നിർത്തി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എവിടുന്നാണ് വരുന്നത് കഴുത ബുദ്ധിയില്ലാതെ? ഇയാൾ വലിയ ആളെ. സൈലൻസ് പ്ലീസ്. മോഷ്ടാക്കൾക്ക് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. നമ്മുടെ ജന്മശത്രുക്കൾ പോലീസാണ്. അബദ്ധവശാൽ പോലീസിന്റെ പിടിയിലെങ്ങാൻ പെട്ടുപോയാൽ നമ്മൾ അതിവിനയ കുനിയന്മാരായി അഭിനയിക്കുക. മറിച്ച് ആക്രമികൾ മറ്റു വല്ലവരുമാണെങ്കിൽ ഈ ബ്ലേഡിന്റെ കഷ്ണങ്ങൾ വായിക്കകത്താക്കി വെച്ച് ആക്രമിയുടെ നേർക്ക് ശക്തിയെ തുപ്പുക. അവന്റെ മൂക്കും കണ്ണും ഒക്കെ കീറി അതോടെ അവൻ ഔട്ട്. അപ്പോ ഒറ്റ തുപ്പിന് ഈ ബ്ലേഡ് കഷ്ണങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിലും ഒഴുകിക്കളയ അതോടെ നീ ഔട്ട്. മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഉണ്ടാക്കാൻ ഇടയുണ്ട്. കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക. ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടിച്ചോളൂ, ഞാൻ ഒഴിഞ്ഞു മാറി കാണിച്ചു തരാം. വേഗമാകട്ടെ. പരാക്രമത്തോടുകൂടി ആക്രമിക്കണം. റെഡി? അടിക്കട്ടെ. ഓക്കെ. കണ്ട ഒഴിഞ്ഞു മാറിയത്. ഇനി രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു. കാരണം നമ്മുടെ ജോലി നടക്കുന്ന സമയത്ത് എത്ര പേരാണ് നമ്മളെ പിന്തുടരുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ലല്ലോ. ഒരു പിന്തുടർച്ചയുമാകാം. ഓക്കെ, പിന്തുടരൂ, പിന്തുടരൂ. നല്ല സ്പീഡ് വാശിയോടെ. വരൂ. അയ്യോ, എവിടെ നോക്കിയാണ് അടിച്ചത്? അല്ല, ആശ ഒഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞു. നിന്നോട് എതിരെ ആര് പറഞ്ഞടാ? ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് മോഷണത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ അവർ തികച്ചും പ്രയോജനപ്പെടുത്തി വന്നു. അരുമ ശിഷ്യന്മാരെ, നിങ്ങളെ വിശ്വസിച്ച് ഗുരു താഴോട്ട് വരികയാണ്. കൈവിടരുത്. തോമ, ഡ്രയർ തങ്കപ്പ, അരിയും പഞ്ചസാര അടിച്ചു മാറ്റാം. ഗുരു, പരമദ്രോഹികൾ മേശ ഡ്രയർ ഊരിക്കൊണ്ടുപോയി. എന്തുവാടാ? റേഷനരി. അയ്യോ, മറിയില്ല. പഞ്ചസാര ഇവിടെ ഉണ്ട്. ഇഞ്ഞു വാ. തങ്കപ്പ, ചാക്ക് ഇങ്ങോട്ട് വാ. സ്റ്റോക്ക് തീർന്നു. ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. സൂര്യൻ ഉദിക്കാറായി. ഉദിക്കട്ടെ. ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങള്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസമാ. കൊച്ചേട്ടൻ കിടന്നോ? ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ബാതിലിയാരിപ്പൊക്കൊള്ളാം. ഫസ്റ്റ് പുള്ളികള് വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ കരളേ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, ഇവൻ എന്നോട് വലിയ സ്നേഹമാ. കരളേന്ന് വിളിച്ചത് എന്നെയാ. എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാകുന്നോ ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരാ തുരപ്പാ. അരച്ച കരിയും 5 കിലോ പാമായിലും 3 കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് 3ആയി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എന്നാരാധികെ നിന്നെ കെട്ടുന്നത്? എടാ തോമ, അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത്? ഓടാ പുല്ലേ, ഞാൻ എന്റെ രാധികയോട് സംസാരിക്കായിരുന്നു. എന്റെ പൊന്നു ദോസ്തുക്കളെ, ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. 110 രൂപ 50 പൈസ. കൊടു. 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല, ആശാൻ കൊടുക്കട്ടെ. ആശാനെ, തരം കേട്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഫുൾ ഫിറ്റ്. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അപ്പൊ എന്റെ കാശ്? കാശല്ലേ ഈ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ കഴിച്ചു. ബാക്കി 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ. അച്ചോളി ഉദയനന്റെ പരമ്പരയിൽപ്പെട്ട സാക്ഷാൽ പടനായകനായ എന്റെ മകളെ ഒരു പരട്ട ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാനോ? എന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഇത് എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഏഭ്യ? ഓ, ഇത് ഞാൻ പറഞ്ഞതാ വലിയ തെറ്റായി പോയത്. അതിലും വലിയ ധൈര്യം ഇവിടുത്തെ മോള് കാണിക്കുന്നുണ്ടേ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനെന്നും പറഞ്ഞ് പട്ടണത്തിൽ പോയിട്ട്
എന്താ പരിപാടി എന്ന് അറിയാമോ മുതലാളി? ചെറുക്കന് രാത്രിയിലല്ലേ പണിയുള്ളൂ, പകലവൻ ഫ്രീ അല്ലേ?